നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാം? മെയിനായിട്ട് 2 മെത്തേഡുകളാണ് ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. ഫസ്റ്റ് വൺ, നമ്മൾ സ്വന്തം ഇമ്പോർട്ടിങ്. നമ്മൾ ഓണായിട്ട് ചെയ്യുന്നു. നമ്മൾ തന്നെ സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ച്, നമ്മൾ തന്നെ അവരുടെ അടുത്ത് നിന്ന് PI മേടിച്ച്, PI പെർഫോമ ഇൻവോയ്സ് അത് മേടിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മളോട് ബാങ്ക് ത്രൂ പേയ്മെന്റ് അയക്കും USD. ദെൻ ഓക്കെ ആയി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ദെൻ നമ്മളൊരു ഷിപ്പിംഗ് കമ്പനിയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കും അവരായിട്ട്. കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ ഡ്യൂട്ടി. എന്നിട്ട് ഇവിടെ കസ്റ്റംസിൽ ഐറ്റംസ് വരുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. എക്സാമിനേഷൻ്റെ ടൈമിൽ വീണ്ടും ഈ ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള ആധികാരികത പരിശോധിക്കും. ക്വയറീസ് ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കണം. ദെൻ ഫൈനലി എക്സാമിനേഷൻ ഓവർ ആയാൽ ഡ്യൂട്ടി പേ ചെയ്യണം. ഡ്യൂട്ടി പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ ബില്ല് ഇഷ്യൂ ചെയ്യും. അതിന് ബിൽ ഓഫ് എൻട്രി എന്നാണ് പറയുക. 10-25 പേജ് ഉണ്ടാവും ആ ബില്ല്. ദെൻ നമുക്ക് അവിടുന്ന് ഷിപ്മെന്റ് പിക്ക് ചെയ്യാം, നമ്മുടെ വെയർ ഹൗസിൽ കൊണ്ടുവരാം. ഈ മെത്തേഡിൽ എല്ലാ പ്രോസസ്സിലും നമ്മുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. ഈ ഇൻവോൾവ്മെന്റ് പക്കയായിരിക്കണം, പ്ലസ് ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം, എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടായിരിക്കണം. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല 8ന്റെ പണി കിട്ടും. നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഫൈൻ അടിച്ച കഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ദെൻ അടുത്ത മെത്തേഡിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, സീ യു.